നമസ്കാരം. സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. സാങ്കേതിക രംഗത്തെ വളർച്ചയോടെ ആളുകൾ ആരോഗ്യ പ്രശ്നങ്ങളുടെ പരിഹാരങ്ങൾക്കും ഇന്റർനെറ്റിനെ ആശ്രയിക്കുന്നതിൽ ആശങ്കയറിയിച്ച വിദഗ്ധർ തന്റെ രോഗലക്ഷണങ്ങൾ ഇന്റർനെറ്റിൽ തിരയുകയും സ്വയം രോഗനിർണയവും ചികിത്സയും നടത്തുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യുന്നുവെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ഓൺലൈനിൽ ലഭ്യമായ വിവരങ്ങൾ ഉപയോഗിച്ചുള്ള സ്വയം ചികിത്സ ശരിയായ വൈദ്യസഹായം നേടുന്നതിൽ നിന്നും ആളുകളെ തടയുന്ന ഇഡിയറ്റ് സിൻഡ്രോമിന് കാരണമാകുന്നുവെന്നും വിദഗ്ധർ പറയുന്നു. ആരോഗ്യരംഗത്ത് സൈബർ കോൺട്രിയ എന്നും അറിയപ്പെടുന്ന ഇഡിയറ്റ് സിൻഡ്രോമിനെ കുറിച്ചുള്ള വിവരങ്ങൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തിന്റെ പ്രസിദ്ധീകരണമായ ക്യൂറിയസ് 2022 പ്രസിദ്ധീകരിച്ചത്. ഓൺലൈൻ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പലരും സ്വയം രോഗനിർണയം നടത്തുകയോ ഡോക്ടർമാർ ശുപാർശ ചെയ്ത മരുന്നുകൾ നിർത്തുകയോ ചെയ്യുന്നതായാണ് കണ്ടെത്തൽ. രോഗി ഡോക്ടർമാരെ അവിശ്വസിക്കുകയും ഓൺലൈനിൽ ലഭ്യമായ വിവരങ്ങൾ ഉപയോഗിച്ച് സ്വയം ചികിത്സിക്കുന്നതുമായ അപകടകരമായ അവസ്ഥയിലേക്ക് പോകുകയും ചെയ്യുന്നു. രോഗിയുടെ ആരോഗ്യത്തിന് ഇത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഇന്റർനെറ്റിലെ അപൂർണമായ അറിവുകൾ കാരണം ഓരോ ആഴ്ചയും 2-3 രോഗികൾ ആസ്മയ്ക്കുള്ള സ്റ്റിറോയിഡുകൾ ഉപയോഗിക്കാൻ വിമുഖത കാണിക്കുന്നതായി കിങ് ജോർജ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ റെസ്പിറേറ്ററി മെഡിസിൻ മുൻ മേധാവി പ്രൊഫസർ രാജേന്ദ്ര പ്രസാദ് പറഞ്ഞു. ആരോഗ്യ വിവരങ്ങൾ ഓൺലൈനിൽ തിരയുന്നത് രോഗലക്ഷണങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കാൻ പ്രയോജനകരമാകുമെങ്കിലും സ്വയം ചികിത്സ അപകടകരമാണെന്നത് ബാംഗ്ലൂരിലെ സ്പർശ് ആശുപത്രിയിലെ ഇന്റേണൽ മെഡിസിൻ ആൻഡ് HIV മെഡിസിനിലെ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ നരേന്ദ്ര പ്രസാദും പറഞ്ഞു. ഇന്റർനെറ്റ് വിവരങ്ങളുടെ വലിയൊരു ഉറവിടമാണെങ്കിലും എല്ലായ്പ്പോഴും അത് കൃത്യമോ വിശ്വസനീയമോ അല്ലെന്ന് ഹൈദരാബാദിലെ കെയർ ആശുപത്രിയിലെ ഡോക്ടർ ആത്തർ പാഷ അഭിപ്രായപ്പെട്ടു. ഇൻഫോഡെമിക് എന്നാണ് ലോകാരോഗ്യ സംഘടന ഈ അവസ്ഥയെ വിശേഷിപ്പിക്കുന്നത്. ലോകത്തെ ബാധിച്ച ആരോഗ്യ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ആരോഗ്യ പ്രവർത്തകരെ കുറിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ച് ആ സാഹചര്യത്തെ ഇന്റർനെറ്റ് കൂടുതൽ സങ്കീർണമാക്കി. പലപ്പോഴും ഡോക്ടർമാർ സമ്മർദ്ദത്തിലാണെന്നും അവർക്ക് സ്വന്തം ആരോഗ്യവും സംരക്ഷിക്കണമെന്ന് ജയദേവ ആശുപത്രിയിലെ ഡോക്ടറായ ഡോക്ടർ CN മഞ്ജുനാഥ് പറയുന്നു. അതേസമയം ആരോഗ്യ സംരക്ഷണത്തിൽ ഇന്റർനെറ്റ് വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. പ്രശസ്തമായ പല മെഡിക്കൽ വെബ്സൈറ്റുകൾക്കും മനുഷ്യന് ഉപയോഗപ്പെടുത്താവുന്ന വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ഇന്റർനെറ്റിലൂടെ സാധിക്കുന്നു. എന്നിരുന്നാലും ആരോഗ്യരംഗത്തെ വിദഗ്ധരെ രോഗികൾ വിലമതിക്കാത്ത സാഹചര്യവും ഇത് സൃഷ്ടിക്കുന്നുണ്ട്. വിശ്വസനീയമായ ഓൺലൈൻ മെഡിക്കൽ വിവരങ്ങൾ നമ്മൾ തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും വേണം. സ്വയം ചികിത്സയ്ക്ക് പകരം ഒരു ഡോക്ടറെ സമീപിക്കുന്നതാണ് ഉചിതം. ന്യൂസ് ഡെസ്ക് സഖ്യ ന്യൂസ്.